ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നൊരു വെഡ്ഡിങ് ഷോപ്പിംഗ് വ്ളോഗാണ്. വെഡ്ഡിങ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ മുരളിയുടെ ഒരു റിലേറ്റീവിൻ്റെ വെഡ്ഡിങ് ആണ്. അവർ ഒരു 3 ആഴ്ച മുമ്പൊക്കെ വന്ന് കല്യാണം വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കല്യാണത്തിന് അത് ആരാന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മുരളിയുടെ സെക്കൻഡ് കസിൻ്റെ മോളാണ് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കല്യാണത്തിനായിട്ട് പുതിയ സാരി ഒന്നും എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പുതിയ സാരി എടുത്താൽ എനിക്ക് പിന്നെ അത് ഉടുക്കാനായിട്ട് അവസരമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള കാരണം അത്ര എക്സ്പെൻസീവ് സാരി എടുത്താൽ നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനത്തെ വലിയ ഇങ്ങനെ പട്ട് സാരികൾ, കാഞ്ചീപുരം സാരികൾ ഒന്നും തന്നെ എടുക്കാറില്ല. അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് എടുത്തത് ചേച്ചി എടുത്തു തന്നതാണ്, മീനാക്ഷിയുടെ കല്യാണത്തിനാണ്. അല്ലാതെ ഷാർജയിൽ വെച്ചിട്ട് ഞാൻ അങ്ങനത്തെ സാരികൾ എടുക്കാറേ ഇല്ല. ഇപ്പം എനിക്കിങ്ങനെ കാഷ്വൽ സാരീസ് എടുക്കാനാണ് ഭയങ്കര ഇഷ്ടം. സാരിയോട് ഭയങ്കര ക്രേസുണ്ട്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, എൻ്റെ എൻഗേജ്മെൻറ്റ് സാരി അത് സ്റ്റൈൽ ചെയ്യാൻ ഞാൻ പോകുകയാണ്. അപ്പം ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഒരു വെഡ്ഡിങ് ഷോപ്പിംഗ് വ്ളോഗായിട്ട് പിന്നെ ഞാൻ വെച്ചാൽ അവിടെ ചെന്നിട്ട് കുറച്ച് കാഷ്വൽ സാരീസ്, കഫ്താൻസ് ഒക്കെ നോക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം 2 കടകളാണ് ഇന്ന് എൻ്റെ മൈൻഡിലുള്ളത്. ഒന്ന് പനമ്പള്ളി നഗറിലുള്ള ഒരു ഷോപ്പുണ്ട്. അത് ഞാൻ ഈയിടെ കുറച്ച് റീൽസിലൊക്കെ കണ്ടൊരു ഷോപ്പാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്കിങ്ങനെ കഫ്താന്, കാഷ്വൽ സാരീസൊക്കെ നോക്കണം. അപ്പോൾ അവിടെ എൻ്റെ എൻഗേജ്മെൻറ്റ് സാരി ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. എൻഗേജ്മെൻറ്റ് സാരിക്ക് പറ്റിയ ബ്ലൗസ് എടുക്കണം. അപ്പം അവിടുന്ന് ബ്ലൗസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ ലക്ഷ്യമിട്ടേക്കുന്നത് പോത്തീസാണ്. പോത്തീസിൽ ഷുവറായിട്ടും ബ്ലൗസ് കിട്ടും. അപ്പം ആദ്യം പോത്തീസിൽ കുറേ ട്രാവലിംഗ് ഉണ്ടല്ലോ. അപ്പം എൻ്റെ ഡയറക്ഷൻ വെച്ചിട്ട് മുരളിയേട്ടൻ്റെ അഡ്വൈസ് പ്രകാരം ആദ്യം പനമ്പള്ളി നഗറിൽ പോയിട്ട് പോത്തീസിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് മുരളിയേട്ടനെ അഡ്വൈസ് ചെയ്തു. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പോകുന്നത്. കാരണം ഇന്ന് ഒറ്റയ്ക്കാണ് എൻ്റെ യാത്ര. മുരളിയേട്ടൻ ഇത്രയും ഷോപ്പിങ്ങിനൊന്നും മെനക്കെടാൻ തയ്യാറല്ല, വരത്തില്ല എന്ന് പറഞ്ഞു. ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തു, മുരളിയേട്ടാ ഈ ഷോപ്പിംഗ് വ്ളോഗിനെ വീഡിയോ എടുത്ത് തരാൻ വരുമോ? കാരണം ഞാനിങ്ങനെ സെൽഫി ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത് അത്ര എങ്ങനെ നിങ്ങൾക്കത് രസമായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. കാരണം ഞാനത് ക്യാമറയും പിടിച്ച് ഷോപ്പിംഗ് വ്ളോഗ് എടുക്കുന്ന അത്ര രസമായിരിക്കത്തില്ല. വേറൊരാളത് എടുത്തു തരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായിട്ട് നിങ്ങൾക്ക് അതെനിക്ക് കാണിച്ചു തരാമായിരുന്നു. എനിക്ക് വേറെ ക്യാമറാമാനൊന്നും ഇല്ലല്ലോ, ആകെ ഉള്ളത് എനിക്ക് മുരളിയേട്ടനാണ് ഷൂട്ട് ചെയ്ത് തരാൻ. പക്ഷെ മുരളിയേട്ടൻ വിസമ്മതിച്ചു. മുരളിയേട്ടൻ അത്രയും ബോറടി സഹിക്കാൻ വരില്ല ഇത് തീർത്ത് പറഞ്ഞു. പിന്നെ നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ, അവർക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യത്തിന് നിർബന്ധിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പോളിസി. പക്ഷേ മുരളിയേട്ടൻ വരണ്ട, ഞാൻ ഒറ്റയ്ക്കൊക്കെ വണ്ടി ഓടിക്കാൻ പഠിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എനിക്ക് ടാക്സി പിടിച്ച് അങ്ങനെ പോകുന്നു ഞാൻ ഒരിക്കലും പോകത്തില്ലാത്ത കാര്യമാണ്. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ കൂട്ടില്ലാതെ പോകത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് ആരെങ്കിലുമൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് പോകും അങ്ങനെ കുറച്ച് പേടിയുണ്ടായിരുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ഇപ്പം അതിനെനിക്ക് കുറേ മാറ്റം വന്നു. ഒറ്റയ്ക്ക് പോകാൻ അത് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ. ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എവിടെയും പോകാമെന്നുള്ളൊരു കോൺഫിഡൻസ് കൂടി. കുഴപ്പമില്ല, ഒറ്റയ്ക്ക് പോകാം, ഒറ്റയ്ക്ക് പോയി ഷോപ്പ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് വന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് പോയി ഷോപ്പ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് വെച്ചാൽ ഓക്കെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ കുറേയൊക്കെ മനസ്സിലാക്കിയവരല്ലേ നിങ്ങളും. അപ്പം ഞാനങ്ങനെ എപ്പോഴും ഒറ്റയ്ക്ക് പോയി ഷോപ്പ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഷോപ്പ് ചെയ്യുന്നൊക്കെ മിക്കപ്പോഴും വീഡിയോസ് എടുക്കാറുണ്ട്. തീരെ രക്ഷയില്ലാതാകുമ്പോഴാണ് ഇങ്ങനെ ഭയങ്കര ബോറടിച്ചിരിക്കുമ്പോൾ ചിലപ്പം ഈയിടെ ഒരു ഷോർട്സ് ഒക്കെ ഇട്ടുമല്ലോ, വിൻഡോ ഷോപ്പിംഗ് അങ്ങനെയൊക്കെ പോകും. അത് എന്തെങ്കിലും അത്യാവശ്യം ഇപ്പം അന്ന് പോയത് ഷോർട്സ് എടുത്ത് തേച്ച് ബേബിക്ക് ഡ്രസ്സ് മേടിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പോകും. പിന്നെ മുരളിയാണ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഷോപ്പിങ്ങിന് കറങ്ങി നടക്കുന്ന വലിയ ഇഷ്ടമല്ല. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ബ്ലൗസ് മേടിക്കാൻ അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ ഒരുപാട് ടൈമും എടുക്കും. മുരളിയാണ് ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ നിർബന്ധിക്കുന്നത്, ഞാൻ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ എൻഗേജ്മെൻറ്റ് സാരി കാണിച്ചു തരാം കേട്ടോ. ഇത് എൻഗേജ്മെൻറ്റ് കൊടുത്തിട്ട് പിന്നെ ഇതുവരെ കൊടുത്തിട്ടില്ല. എൻ്റെ എൻഗേജ്മെൻറ്റ് 2003 ജാനുവരിയിലായിരുന്നു. ഇപ്പം എത്ര വർഷമായി? 22 22 വർഷങ്ങളായി. 2003 ജാനുവരി 26. അത്രയും വർഷം പഴക്കമുള്ള 22 വർഷം പഴക്കമുള്ള ഒരു സാരിയാണ് കേട്ടോ. ഇത് ഇപ്പോഴത്തെ ഫാഷൻ സാരി ഒന്നുമില്ല. പിന്നെ സാരിക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല, നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന പോലെ അല്ലേ സാരി. ഞാൻ നോക്കി പൊടിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പം ബ്ലൗസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ സാരി പൊടിഞ്ഞിരുത്താൽ പിന്നെ ആകെ ഇതാവല്ലേ. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു വാടാമല്ലി കളർ സാരിയാണ് കേട്ടോ. നല്ല സാരിയല്ലേ? നല്ല സാരിയാണോ അല്ലേ എന്ന് പറയാം. ഇതാണ് സാരി. ഫുൾ ഒറ്റ കളറാണ്. ആദ്യം എൻ്റെ മൈൻഡിൽ ഈ ഒരു ഗോൾഡൻ ബ്ലൗസ് എടുത്താലോ, ഗോൾഡൻ എടുത്താൽ വേറെ 2-3 സാരിക്കും ചേരുമല്ലോ എന്നൊക്കെ എനിക്ക് ആദ്യം ഒരു ഐഡിയ വന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ കോൺട്രാസ്റ്റ് ഇപ്പം അധികം ഒരു ട്രെൻഡ് അല്ല.
പിന്നെ ട്രെൻഡ് നോക്കിയിട്ട് കാര്യമില്ല, ട്രെൻഡല്ല നമ്മളെങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. പിന്നെ കോൺട്രാസ്റ്റിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുന്നതുകൊണ്ട് വണ്ണം കൂടുതൽ തോന്നിക്കും കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുമ്പോൾ. അപ്പം ഒറ്റ കളർ ബ്ലൗസ് ഇടുമ്പോഴാണ് കുറച്ച് വണ്ണം ഉള്ളവർക്ക് എപ്പോഴും നല്ലത്. ഒറ്റ കളർ ബ്ലൗസ് ഇടുമ്പോൾ നമ്മൾ കുറച്ച് ഒതുങ്ങിയിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കോൺട്രാസ്റ്റ് അല്ല, ഒറ്റ കളർ സെയിം കളർ മീൻസ് സാരി ആൻഡ് ബ്ലൗസ് സെയിം കളർ ഇടുന്നതാണ് കുറച്ച് വണ്ണം കുറഞ്ഞ്. ഞാൻ ഒരുവിധം വണ്ണം ഉള്ള ഒരാളാണല്ലോ, അപ്പം വണ്ണം ഒതുങ്ങി തോന്നിക്കാനായിട്ട് സെയിം കളർ ബ്ലൗസ് ഇടുന്നതാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനിതിന് ഒരു ഗോൾഡൻ കളർ ബ്ലൗസ് ആയിരുന്നു ആദ്യം എൻ്റെ മൈൻഡിൽ. ഞാൻ ഇങ്ങനെ 2 ദിവസമായിട്ട് ചിന്തിച്ചു ഏത് കളർ. ഞാൻ Pinterest ഒക്കെ നോക്കി, ഇങ്ങനെ സ്റ്റൈലിംഗ് ഒക്കെ നോക്കി. അപ്പം ഗോൾഡൻ ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പ്രയോജനപ്പെട്ടില്ലേ, 2-3 സാരീസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കുറച്ച് വണ്ണം തോന്നിക്കുക ഡബിൾ കളർ ആകുമ്പോൾ. ഇപ്പം മിക്കവരും കോൺട്രാസ്റ്റ് ഇടാറുണ്ട്, പക്ഷെ അത് മെലിഞ്ഞവർക്കാണെങ്കിൽ നന്നാവുള്ളൂ. എന്നെ പോലെ കുറച്ച് വണ്ണം ഉള്ളവർക്ക് കോൺട്രാസ്റ്റ് ചേരില്ല. അപ്പം നമുക്ക് നോക്കാം ഞാൻ എന്താണ് അവിടെ ചെന്ന് കിട്ടുന്നതനുസരിച്ചല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഏതായാലും എക്സാക്ട് കളർ കിട്ടണമല്ലോ, ഏതായാലും നോക്കാം. അപ്പം ആദ്യം പോകുന്ന ഷോപ്പിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത പോത്തീസിൽ ഷുവറായിട്ട് കിട്ടും. ആദ്യം ഇപ്പം പനമ്പള്ളി നഗറിലെ ഷോപ്പിലോട്ട് പോവാം. 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പനമ്പള്ളി നഗറിൽ മെയ്ഡ് ബൈ കീർത്തി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് ഞാൻ വന്നേക്കുന്നത്. പാർക്ക് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പനമ്പള്ളി നഗറിൽ ഇങ്ങനെ മുടുക്ക് സ്ട്രീറ്റിനകത്താണ് കേട്ടോ. അപ്പം കയറി നോക്കാം. ഞാൻ ഏതായാലും എൻ്റെ സാരി കൂടെ എടുത്തുകൊണ്ടാണ് കയറുന്നത്. ആദ്യം ബാക്കി സാധനങ്ങളൊക്കെ നോക്കിയിട്ട് സാരിക്ക് ബ്ലൗസ് ഉണ്ടോ എന്നും കൂടെ നോക്കാമല്ലോ. അപ്പം കിട്ടിയില്ലെങ്കിൽ പോത്തീസിൽ പോയാൽ മതിയല്ലോ. ഷോപ്പിൽ കയറി ഉടനെ തന്നെ ഞാൻ ആദ്യം നോക്കാൻ തുടങ്ങിയത് ഈ മോഡൽ സിൽക്കിന്റെ കഫ്താനാണ്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ കഫ്താൻ എടുക്കുകയും ചെയ്തു. അത് എടുത്ത് ഞാൻ മാറ്റി വെച്ചു. പക്ഷെ മോഡൽ സിൽക്കിന്റെ കഫ്താൻ ഞാൻ ആദ്യം കണ്ടിട്ടില്ല. എനിക്ക് കഫ്താൻ ഭയങ്കര ഇഷ്ടമാണ്. ये चंदेरी सिल्क, ये चंदेरी सिल्क है, आफ्टर डाई हो रहा सामने। इसका प्राइस ये मीटर के लिए 370। 370। हाँ। ये रटिया सिल्क है 200 पर मीटर। 200 जी। ये मटेरियल क्या है? टिया सिल्क, लिनन सटिन सिल्क बोलते हैं इसको। हाँ हाँ जी। वो दोनों डिफरेंस क्या है मटेरियल में? ये चंदेरी सिल्क है, 70 ग्राम चंदेरी सिल्क आता है। वो आफ्टर डाई हो रहा है। പിന്നെ ഞാൻ എന്റെ സാരി കാണിച്ചിട്ട് ബ്ലൗസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരിങ്ങനത്തെ വൈറ്റ് കളർ തുണി പല റേഞ്ചിലുള്ളത് കാണിച്ചു. ഇങ്ങനെ ചന്തേരി സിൽക്ക്, ലിനൻ, അങ്ങനത്തെ പല റേഞ്ചിലുള്ള ബ്ലൗസുകൾ കാണിച്ചിട്ട് അത് അവർ സാരിയുടെ സെയിം കളറിൽ ഡൈ ചെയ്ത് തരും എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് അത് കൊള്ളാലോ, അപ്പൊ നല്ല ഇതായിട്ട് തോന്നി. സാധാരണ ഞാനിപ്പം പോത്തീസിൽ പോയാലും ഞാൻ റോസ് സിൽക്ക് ഒക്കെയാണ് മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നത്. റോസ് സിൽക്ക് ഒക്കെ ആണെങ്കിൽ മീറ്ററിന് 900 ആണ്. ഇത് അവർ മീറ്ററിന് 370, 330 അങ്ങനെ പല റേഞ്ചിലാണ്. അപ്പൊ ഞാൻ ആദ്യം കാണിച്ച ചന്തേരി സിൽക്കിന്റെ വൈറ്റ് കളർ തുണി അത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആ ഒരു ടൈപ്പ് അപ്പൊ അപ്പോഴത്തേക്ക് ഞാൻ ഇത് കണ്ടു. പിന്നെ ഇതെന്റെ മനസ്സിലുടക്കി. ഈ തുണി തന്നെ ഞാൻ പിന്നെ എടുത്തു കേട്ടോ. ഇത് ഡൈ ചെയ്താലും ഞാൻ ചോദിച്ചപ്പോൾ ഗോൾഡൻ കളർക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. കളർ മാത്രം സാരിയുടെ എക്സാക്ട് കളറിൽ വരും. അപ്പൊ അവര് തന്നെ അവർക്ക് ഇൻഹൗസ് സ്റ്റിച്ചിങ്ങും ഒക്കെ ഉണ്ട്. അവിടെ തന്നെ ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ കുഴപ്പമില്ല, ഇവിടുന്ന് ഡൈ ചെയ്യാൻ കൊടുത്താൽ അവര് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം തുണി ഡൈ ചെയ്ത് അവര് തരത്തില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ എൻഡ് ചെയ്തില്ല. ബ്ലൗസ് തയ്ച്ച് കിട്ടിയതും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ഞാൻ വീടെത്താറായി. ഹായ്, ഇന്ന് കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. ഇന്നാണ് ഞാൻ പോയി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് മേടിച്ചത്. ഇന്നലെ പോകണം, ബുധനാഴ്ച പോകണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇന്നലെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഡാൻസ് പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നേ, അങ്ങനെ പോകാനായിട്ട് പറ്റിയില്ല. ഡാൻസ് ക്ലാസ്സൊക്കെ കാരണം ഭയങ്കര ടയേർഡായി പോയി. പിന്നെ ഇന്ന് രാവിലെ ആണെങ്കിലും പിന്നെ മുരളീനെ വിളിച്ചുകൊണ്ടാണ് പോയത്. ഞാനവിടെ ബ്ലൗസ് മേടിക്കുന്നത് പ്രത്യേകിച്ചൊന്നും ഞാൻ അവരുടെ ബ്ലൗസ് മേടിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ടാണ് അവിടെ വീഡിയോ എടുക്കാൻ. പിന്നെ എനിക്ക് വയ്യായിരുന്നു, ഭയങ്കര തലകർക്കൊക്കെ ആയിരുന്നു രാവിലെ മുതൽ. അതുകൊണ്ട് ഞാൻ മുരളീനെ വിളിച്ചുകൊണ്ട് പോയത്. അല്ലെങ്കിൽ എനിക്ക് അവിടെ വരെ ഈ പനമ്പള്ളി വരെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് തന്നെ കുറച്ച് മെനക്കേടാണ്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് അവരവിടെ ഇൻഹൗസ് എല്ലാം ഈ ഡൈ ഇന്ന് അവിടെ നിന്ന് തന്നെ അവർ സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം അവിടെ നിന്ന് മെറ്റീരിയൽ എടുത്ത് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താലേ പറ്റുള്ളൂ. കാരണം അവർ വെറുതെ ഡൈ ചെയ്ത് എനിക്ക് തുണി തിരിച്ചു തരത്തില്ല. ഡൈ ചെയ്ത് അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുള്ളൂ. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞില്ല, പോത്തീസിൽ പോകാനുള്ള മടി കാരണം അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. പിന്നെ അതുകൊണ്ട് മുരളീൻ്റെ നിന്ന് വന്നുകൂടെ തിരിച്ച് മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ എനിക്ക് പോകാൻ നേരത്ത് സുഖം തോന്നാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. തിരിച്ച് വരുന്ന വഴി കറി കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നു.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഞാനിത് കാണിക്കാമെന്ന്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ജുവലറിയും കാണിക്കാം. ഇതിപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ ബാങ്ക് ലോക്കറിൽ കയറി ജുവലറി എടുത്തുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. ചില ആർട്ടിഫിഷ്യൽ ജുവലറി ഇടാം ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ വിചാരിച്ചു ഈ എൻഗേജ്മെൻ്റ് ഇട്ട് ജുവലറി തന്നെ ഇടാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനത് പോയി എടുത്തു ലോക്കറിൽ നിന്ന്. അതെനിക്കൊരു കൺഫ്യൂഷനായിരുന്നു, അത് വേണോ ഈ മജന്ത വേണ്ട അതിൻ്റെ കൂടെ ഞാൻ എൻഗേജ്മെൻറ്റിന് ഇതും ഒരു കാശുമാലയും കൂടാണ് ഇട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു പക്ഷേ ഇപ്പം ഈ സെയിം കളർ അല്ല ആക്ച്വലി ഇപ്പം ട്രെൻഡായിട്ട്. ഇപ്പം കോൺട്രാസ്റ്റ് കളർ ഞാൻ പറഞ്ഞല്ലോ, ബ്ലൗസ് ഞാൻ കോൺട്രാസ്റ്റ് എടുക്കാത്തൊരു റീസൺ ഞാൻ പറഞ്ഞു. പിന്നെ ഇപ്പം കോൺട്രാസ്റ്റ് അല്ല എല്ലാവരും യൂസ് ചെയ്യുന്നത്. പിന്നെ ഓർണമെൻറ്റ്സ് പക്ഷേ ഇപ്പം കോൺട്രാസ്റ്റ് ഇടുന്നത് ഭയങ്കര ഒരു ട്രെൻഡി സ്റ്റൈലാണ്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഓരോ ടിപ്സും കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ വീഡിയോ വലിച്ച് നീട്ടുകയെന്ന് തോന്നരുത്. ഞാൻ ഓരോരോ സജഷൻസും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. അപ്പം ആക്ച്വലി ഇപ്പം നിങ്ങളൊരു മജന്ത സാരിയോ റെഡ് സാരിയോ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കൊരു പച്ച മാലയോ പച്ച കമ്മലോ ഒക്കെ പെയർ ചെയ്യുന്നത് കുറച്ചുകൂടെ സ്റ്റൈലായിരിക്കും. സെയിം ഓർണമെൻറ്റ്സോ സെയിം ജുവലറി തന്നെ പെയർ ചെയ്യണം എന്നില്ല. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും വാട്ട് എവർ സെയിം കളർ തന്നെ പെയർ ചെയ്യണം എന്നില്ല. അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളർ പെയർ ചെയ്യുന്നത് നല്ലൊരു സ്റ്റൈലിഷാണ്. ഇപ്പം ഇപ്പം മജന്ത ഓർ റെഡ് ഓർ വയലറ്റോ ഒക്കെ സാരിയുടെ കൂടെ നല്ല ഗ്രീൻ കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ ഒക്കെ വയലറ്റിൻ്റെ കൂടെ അല്ല, ഇപ്പം മജന്ത റെഡിൻ്റെ ഒക്കെ ഗ്രീന് ബ്ലൂ ഒക്കെ സാരി കമ്മൽ പൊട്ടൊക്കെ പെയർ ചെയ്യുന്ന നല്ലൊരു കോൺട്രാസ്റ്റ് കളറാണ് അതൊക്കെ. സെയിം കളറിനെക്കാട്ടിലും ജുവലറി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം കോൺട്രാസ്റ്റ് കളറാണ്. അത് കുറച്ചുകൂടി സ്റ്റൈലിഷുമാണ് കേട്ടോ. ഞാൻ ആദ്യം പച്ച എൻ്റെ ഒരു മാങ്ങാമാല എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മാങ്ങയാണ്, അത് ഗോൾഡിനാണ് മാങ്ങ വരുന്നത്, പക്ഷേ അതിൻ്റെ മുകളിൽ പച്ചക്കല്ലുണ്ട്. അതിങ്ങനെ കുറച്ച് നീളത്തിലുള്ള മാല. അതെനിക്ക് അമ്മയുടെ അമ്മ മമ്മി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അമ്മയുടെ അമ്മ എൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ ആദ്യം അത് ഇടണമെന്ന് വിചാരിച്ചു. അതിങ്ങനെ കുറച്ച് പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിലിരുന്ന് ബാങ്കിലിരുന്ന് ഞാൻ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയതാണ്. ഞാൻ വെച്ചാൽ അതെനിക്ക് കുറച്ചുകൂടെ വയസ്സായാലും ഇടാം, കാരണം അത് കുറച്ചുകൂടെ ഇങ്ങനെ നീളമുള്ള മാലയാണ്, കുറച്ച് പ്രായമായാലും ഇടാം. ഇത് എനിക്ക് ചിലപ്പോൾ കുറച്ച് വയസ്സായാലും ഇടാൻ പറ്റാത്തൊരു മാലയാണ്. ഞാൻ വെച്ചാൽ ഇതിപ്പം അങ്ങ് ഇടാം, കാരണം ഇത് ഞാൻ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഇട്ടിട്ടേ ഇല്ല. കാരണം ഷാർജയിലൊക്കെ ആയിരുന്നുകൊണ്ട് നമ്മൾ അധികം കല്യാണമൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാൻ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഈ മാല തൊട്ടിട്ടില്ല. വിചാരിച്ചു ഈ മാല യൂസ് ചെയ്യാം. എല്ലാ ഗോൾഡും ഒന്നും എൻ്റെ കയ്യിൽ അതേപടി ഇരിക്കുന്നൊന്നുമില്ല. കുറേയൊക്കെ ഫ്ലാറ്റ് മേടിക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഗോൾഡും ഒന്നും അതേപടി ഇരിക്കുന്നൊന്നുമില്ല. ഇരിക്കുന്ന ഗോൾഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ മാല ഞാൻ പറഞ്ഞല്ലോ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ തൊട്ടിട്ടില്ല. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെയും അങ്ങനെ തന്നെ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ലോങ് മാലയാണെങ്കിൽ പിന്നെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ കോൺട്രാസ്റ്റ് വിട്ടിട്ട്. പിന്നെ എൻ്റെ പച്ച കമ്മലുമില്ല, മാച്ച് ചെയ്യുന്ന കമ്മലുമില്ല. അതുകൊണ്ട് ഞാൻ ആ ഐഡിയ ഉപേക്ഷിച്ച് എൻഗേജ്മെൻറ്റ് ഇട്ട് അതേ ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ബ്ലൗസ് കാണിക്കാം. എനിക്ക് ഡൈ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയ ബ്ലൗസ് നിങ്ങൾ കണ്ട ഒരു വൈറ്റ് തുണിയാണ്. ഇപ്പോൾ അതേ പേർപ്പിൾ അതേ സാരിയുടെ അതേ കളറിൽ എക്സാക്ട് മാച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അന്ന് തുണി എടുത്ത് കൊടുത്തപ്പോൾ നിങ്ങളൊക്കെ കാണിച്ചതാണല്ലോ, വൈറ്റ് ആൻഡ് അതേ ഗോൾഡൻ കളർ തുണിയായിരുന്നു. ഇപ്പോൾ ദേ നല്ല രസമുള്ള വെട്ടത്ത് കാണുന്നുണ്ടല്ലോ അല്ലേ, അത് പേർപ്പിൾ ഗോൾഡ് ഒരു തുണിയായിട്ടുണ്ട്. സൂപ്പർ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഞാൻ അവിടെ വെച്ച് ഇട്ട് നോക്കി, നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് എന്ന് പറയാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പാഡ് വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ അവർ തന്നെ സജസ്റ്റ് ചെയ്ത് പാഡഡ് തയ്ച്ചാൽ നന്നായിട്ട് ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനത്തെ നെക്കായതുകൊണ്ട് ഞാൻ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത. പാറ്റേൺ എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് പാറ്റേൺ എടുത്ത് അവരുടെ വാട്സാപ്പിലോട്ട് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് പാഡഡ് ആയിട്ടായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പം എക്സാക്ട് അതായത് ബാക്കിൽ ഇങ്ങനെ ബാക്ക് പിൻട്രസ്റ്റിലില്ലായിരുന്നു, അത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തതാണ്. ഇവിടെ ഇങ്ങനെ വന്നിട്ടൊരു ഡ്രോപ്സ് പോലെ, ഒരു നീളമുള്ള ഒരു ഡ്രോപ്സ് പോലെ ഇങ്ങനെ, ഇത്രയും വലിയ ഡ്രോപ്പ് അല്ല കേട്ടോ, ഇത് ഹുക്കാണ്, ഹുക്ക് തുറന്നിരിക്കുന്നതാണ്. ഇത് ഇങ്ങനൊരു ഡ്രോപ്പ് ഇവിടം വരെ, എന്നിട്ട് ഹുക്ക്, ഇതാണ് ബാക്ക്, പിന്നെ ഹുക്ക്. ഇപ്പം ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? ഇട്ട് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. അത് ഞാൻ ഷോർട്സിൽ ഏതായാലും പോസ്റ്റ് ചെയ്യാം. നോക്കട്ടെ, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഫോട്ടോസൊക്കെ ഏതായാലും ഇടാം.
ഫോട്ടോസ് അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ നോക്കട്ടെ, ഇതായിട്ടും ഇടാം അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടും ഇടാം. ഞാൻ തീരുമാനിച്ചില്ല എന്ത് ചെയ്യണം എന്ന്. ഏതായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 3/4 സ്ലീവാണ് വെച്ചാൽ നല്ല രസമായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുരളിയോട് പറഞ്ഞു എല്ലാ പ്രാവശ്യവും തയ്ക്കാൻ കൊടുക്കാനായിട്ട് അവർ പുറത്തുനിന്ന് മെറ്റീരിയൽ തയ്ക്കത്തുമില്ല, അവിടെ വരെ പോകാനും പറ്റത്തില്ല. പക്ഷേ എനിക്ക് നല്ല രസമായിട്ട് തയ്ച്ചിട്ടുണ്ട്. സൂപ്പർ തയ്യൽ, നല്ല രസമുള്ള ബ്ലൗസും. ഏതായാലും കഷ്ടപ്പെട്ട് പോയത് വേർത്തായി. ആ എൻഗേജ്മെൻറ്റ് 22 വർഷം പഴക്കമുള്ള എൻ്റെ സാരിക്ക് നല്ലൊരു ബ്ലൗസ് കിട്ടി, നല്ല കളറ്. ഇപ്പം ഇതിൽ കാണുമ്പോൾ ലൈറ്റ് രണ്ടും കൂടെ കുറച്ചൊരു ഗ്ലെയറിൻ്റെ ഇല്ല, സെയിം തന്നെ അല്ലേ. ഇത് ആ ഗോൾഡൻ കുത്തുകുത്ത് കൂടുതലുള്ളത്. ഇതിന് വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യവും വന്നില്ല. ഇതിൽ തന്നെ ആ ഗോൾഡൻ കുത്തുകുത്തുള്ളതുകൊണ്ട് ഇതിൽ വര പോലെ വരുന്നല്ലേ, വരയല്ല കേട്ടോ, കുത്താണ്. ആ കുത്തുകുത്തുള്ളതുകൊണ്ട് വേറെ വർക്കൊന്നും ചെയ്യിക്കേണ്ട കാര്യമില്ല. നല്ലൊരിത്. ഇനി ഞാൻ ജ്വല്ലറി കാണിക്കാം. ഇതൊരു റൂബി സെറ്റാണ്. ഇതെനിക്ക് തോന്നുന്നു അപ്പം ഭീമേന്ന് എടുത്തൊരു സെറ്റായിരുന്നു. പിന്നെ ഈ വീനെക്കിൻ്റെ കൂടെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ നോക്കിയപ്പം ഇങ്ങനത്തെ ജ്വല്ലറി ഇടുന്നതാണ് കുറച്ച് രസം. ഈ വീനെക്കിൻ്റെ കൂടെ അപ്പം ഇങ്ങനെ കിടക്കും. ഇതാണ് ജ്വല്ലറി. അതിൻ്റെ കൂടെ ഇത് തന്നെ ഒരു കമ്മലും ഉണ്ട്. പേൾ ആൻഡ് റൂബിയാണ്, ഒറിജിനൽ പേൾ ആൻഡ് റൂബി സെറ്റ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആഫ്റ്റർ 22 ഇയേഴ്സ് ഇതൊക്കെ ഇടാൻ പോവാണ്. അതിൻ്റെ കൂടെ തന്നെ അന്നിട്ടതാണ് ഒരു റൂബി സെറ്റ് വളയും. അതും ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഈ വള പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ട്, വേറെ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. വള ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ മാല ഇട്ടിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചത്. ഇനി മുരളിയേട്ടന് ഇടാനായിട്ടൊരു ഡ്രസ്സ് തപ്പണം, കല്യാണത്തിന് നാളെ ഇടാനായിട്ട്. മുരളിയേട്ടൻ്റെ ഡ്രസ്സ് തപ്പണമെന്ന് വെച്ചാൽ മുരളിയേട്ടന് ഞാനൊരു ഷർട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നു. പക്ഷെ ഇപ്പം ഇന്നലെ ആയപ്പോൾ മുരളിയുടെ തീരുമാനം മാറ്റി, ഷർട്ട് വേണ്ട ജുബ്ബ മതിയെന്ന്. അപ്പോൾ ഇനി ഞാൻ ജുബ്ബ തപ്പട്ടെ. സെയിം കളർ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുരളിയുടെ ആക്ച്വലി വയലറ്റ് കളർ ജുബ്ബയുണ്ട്. ചോദിക്കട്ടെ എന്താണ് ഇടുന്നത്. മുരളിയുടെ ഇപ്പോൾ കളിക്കാൻ പോയി, TT കളിക്കാൻ പോയി. എന്നെ വിട്ടിട്ട് നേരെ പോയി കളിക്കാൻ. ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ എൻ്റെ ഡ്രസ്സ് വെറുതെ എപ്പോഴും പറയുന്ന പോലെ എന്നല്ല, ഞാൻ എൻ്റെ വീഡിയോയിൽ ചുമ്മാ എൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കുക്കിംഗ് പറയുന്നത് മാത്രമല്ല ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇതിലിപ്പം ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് കാണിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സിങ് ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കല്യാണത്തിന് പോകണമെങ്കിൽ ഓരോ സാരിയുടെ കൂടെ എങ്ങനെ ഒരു ജ്വല്ലറി പെയർ ചെയ്യാം, അങ്ങനെയൊക്കെ ചെറിയ ഒരു ഐഡിയ തരലും കൂടെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇപ്പം ബ്ലൗസ് എടുക്കണമെങ്കിൽ ഇങ്ങനെ ഡൈ ഇതും ചെയ്യിക്കാം. നമ്മുടെ പഴയ സാരികളൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാം. ഇപ്പം ഒരു കല്യാണം, ഇഷ്ടംപോലെ കല്യാണങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഓരോ കല്യാണത്തിന് പുതിയ സാരി വാങ്ങിക്കണം എന്നൊന്നുമില്ല. നമ്മുടെ പഴയ സാരികൾ ഇഷ്ടംപോലെ ഇരിപ്പുണ്ടാവും. അല്ലെങ്കിൽ അമ്മമാരുടെ സാരി എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ എടുക്കുക. ഞാനിപ്പോൾ അമ്മയുടെ സാരി അധികം അമ്മ അങ്ങനെ തരുന്ന കൂട്ടത്തിലല്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റാറില്ല. ഞാൻ എൻ്റെ സാരി തന്നെ പഴയതൊക്കെ എടുക്കും, എന്നിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് ജ്വല്ലറി മാത്രം, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി നിങ്ങളുടെ പഴയ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി പെയർ ചെയ്യാം. സെയിം കളർ ഇഷ്ടമുള്ളവർക്ക് സെയിം കളർ ചെയ്യാം. ബ്ലൗസ് വണ്ണമുള്ളവരാണെങ്കിൽ സെയിം കളർ വെച്ച് പെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളറിന് പോവാം. ജ്വല്ലറിയും അതേപോലെ കോൺട്രാസ്റ്റ് കളറാണ് എപ്പോഴും കുറച്ചൊരു ട്രെൻഡി ആയിട്ടിരിക്കുക. ജ്വല്ലറിക്ക് പൈസ ഞാനിപ്പം എനിക്ക് പുതിയതായാലും മേടിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പൈസ മുടക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഞാനുള്ള ഒരു പഴയ ജ്വല്ലറി തന്നെ, അതും പച്ച ഉണ്ടായിരുന്നു പക്ഷെ പച്ചയ്ക്ക് കമ്മലില്ല. പിന്നെ പച്ച ഞാൻ ആലോചിച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ പ്രായമായാലും ഇടാം. ഇത് കുറച്ച് പ്രായമായാലും ഇടാനായിട്ട് കുറച്ചൊരു മടി തോന്നിക്കുന്നത്. ഇങ്ങനത്തെ ചോക്കർ സ്റ്റൈലൊക്കെ കുറച്ച് ഏജ്ഡ് ആയാലും ഇടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കല്യാണങ്ങൾ എപ്പോഴും വരണം എന്നുമില്ല. ഇതങ്ങനെ ഭയങ്കര ക്ലോസ് കല്യാണമൊന്നും അല്ല, എന്നാലും വെറുതെ ചില കല്യാണങ്ങൾക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് റെഡിയായി പോകാൻ തോന്നും, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റ, ബൈ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഇതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫൈനൽ ലുക്ക്. എനിക്ക് റെഡിയായി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നെ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മുല്ലേനോട് കുറേ പ്രാവശ്യം പോയി, എന്നെ കാണാൻ നല്ല രസമുണ്ടല്ലേ. കുറേ പ്രാവശ്യം സ്വയം പുഴുത്തൽ. അല്ല, നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടാൽ പറയണമല്ലോ. ബാക്കിയുള്ളവർ നമ്മളെ പറഞ്ഞെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പറയണം. എനിക്ക് തന്നെത്താൻ ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റ് മുരളിയേട്ടൻ ഇല്ലാത്ത എൻ്റെ എൻഗേജ്മെൻറ്റ് സാരിയൊക്കെ കൊടുത്ത് എൻഗേജ്മെൻറ്റ് ജ്വല്ലറിയൊക്കെ ഇട്ട്
നല്ല രസമായിരുന്നു. ഞാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്നെ തന്നെ തോന്നി ഉള്ളിയേട്ടൻ ആ ബർത്ത്ഡേ ജുബ തന്നെ ഇട്ട്, വേറെ കളറൊന്നും ഇട്ടില്ല. അങ്ങനെ അതാണ് ഉള്ളിയേട്ടൻ്റെ ഡ്രസ്സ്. ഇനിയും ചേച്ചി ഒരുങ്ങി വരുമ്പോൾ ചേച്ചിയെ കാണിക്കാം. അച്ഛനെ വിളിക്കണം, ചേച്ചിയെ വിളിച്ചു കഴിഞ്ഞ് അച്ഛനെ വിളിക്കണം. കല്യാണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, മറ്റേ ഗുരുവായൂർ തൃശ്ശൂർ ആ ഭാഗത്താണ്. അപ്പോൾ ഇനിയും അവിടെ ഞാൻ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യത്തില്ല, ഇത്രയൊക്കെ ഉള്ളൂ. പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ എടുക്കാം കേട്ടോ. ശരി. ആണ്ട് ചിങ്ങമാസം 26-ാം തീയതി 2003 സെപ്റ്റംബർ 11-ാം തീയതി വ്യാഴാഴ്ച പകൽ 11:56 മേൽ 12:20 പൂരിട്ടായ നാളിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ വിഭാഗത്തിൽ ശുഭം. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് മേൽ 3:30 ഭർതൃഗൃഹത്തിലേക്കുള്ള യാത്രയും രാത്രി 7:15 ശേഷം ഭർതൃഗൃഹ പ്രവേശനത്തിന് ശുഭം. വിവാഹസ്ഥലം സുബ്രഹ്മണ്യം ഹാൾ, ട്രിവാൻഡ്രം ക്ലബ്ബ്, തിരുവനന്തപുരം.